നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 20, 21 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിനഫലം ഇങ്ങനെ കൃത്യമായിട്ട് ഇടുന്നത്. ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. 9847291363 ആണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. ഈ ദിവസങ്ങളിലെ കൃത്യം സമയം പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 20 വെളുപ്പിന് 2:30 AM മുതൽ ആഗസ്റ്റ് 22 ഉച്ചയ്ക്ക് 2:49 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യ നിറങ്ങൾ പറയാം. 20-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 21-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ബ്രഹ്മമുഹൂർത്തം വരുന്നത് ആഗസ്റ്റ് 20, 21 തീയതികളിൽ രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 20, 21 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 20-ാം തീയതി വരുന്നത് 12:01 PM മുതൽ ഉച്ചയ്ക്ക് 12:50 PM വരെയാണ് 20-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 21-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12 PM മുതൽ 12:49 PM വരെയാണ് 21-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 20-ാം തീയതി ഉച്ചയ്ക്ക് 1:57 PM മുതൽ 3:29 PM വരെയാണ് രാഹുകാലം 20-ാം തീയതി. 21-ാം തീയതി രാവിലെ 10:53 AM മുതൽ ഉച്ചയ്ക്ക് 12:25 PM വരെയാണ് 21-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 20-8-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 0, 8, 6, 9, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 21-8-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 8, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഓക്കെ, ഇനി രാശിഫലം പറയാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രനും ശനിയും പൊതുവെ ഒരു തടസ്സം, പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ്, പൊതുവെയുള്ള ഒരു ഉജ്ജ്വലത ഉണ്ടാവില്ല ഈ ദിവസങ്ങളിൽ. കാര്യം ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 7 ശനിയാണ്. ഇനി ഇതിൻ്റെ ഗുണഫലങ്ങൾ ഏകദേശം പറയുകയാണെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മേടൻ രാശിക്ക് ഗുണാധിക്യമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ്. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണാധിക്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചന്ദ്രനും കൂടി ഇവിടെ അനുകൂലമായിട്ട് വന്നു നിൽക്കുന്നു. ഓക്കെ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ. അപ്പോൾ ദാമ്പത്യ സുഖം ഉണ്ടാവും. പൊതുവെ മാനസിക ഉല്ലാസം വർദ്ധിച്ചിരിക്കും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, യാത്രാ ഭാഗ്യം, വാഹനലാഭം. കാരണം ചന്ദ്രനും ശുക്രനും ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുക. ശനി 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത് ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചൊവ്വ ശനിയും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക.
ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. തൊഴിൽ രംഗം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരവസ്ഥയായിരിക്കും. അത് ഞാൻ പറയുന്നത് സൂര്യൻ അനുകൂലമായതുകൊണ്ട് മാത്രമല്ല, ശനി കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തൊഴിൽപരമായിട്ടുള്ള വിജയം അത് ഈ ചിങ്ങമാസം മുഴുക്കെ ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യത, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, യാത്ര, അതായത് എന്താ പറയുക, നമ്മുടെ തീർത്ഥയാത്രയ്ക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. പിന്നെ തൊഴിൽ ഭാഗ്യം ഞാൻ പറഞ്ഞു, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും, ഭൗതിക സുഖങ്ങൾ. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഞാൻ തുലാം രാശിയാണെങ്കിലും കർക്കിടകലബ്ധമാണ്, എനിക്ക് ഉൾപ്പെടെയാണ് പണി പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. ചൊവ്വ, സർപ്പം, ശിഖി, വ്യാഴം, ബുധൻ ഇവയെല്ലാം പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല, എങ്കിലും ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സവും പൂർണ്ണത കുറവും ഒക്കെ പൊതുവെ അനുഭവപ്പെടാം. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാം. ഓക്കെ, കർക്കിടക രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര, ആദ്യപാദം. ഇവർക്ക് 6 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ഓക്കെ, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം, വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. അഷ്ടമ ശനിയാണ്. ഓക്കെ, എങ്കിൽ ഇവർക്ക് പൊതുവെ മോശം ദിവസങ്ങളാണെങ്കിലും അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം, പൂർണ്ണത കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാം. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാം. ഓക്കെ, ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് സൂര്യൻ പ്രതികൂലമാണ്. ഓക്കെ, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് സൂര്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ശനി 7ാം ഭാവത്തിലാണ്. അപ്പോൾ സ്ത്രീ ജനങ്ങൾ, ഐ മീൻ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നമുണ്ടാവാം. കരുതലെടുക്കുക. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. എങ്കിലും ഇവർക്ക് ഗുണാധിക്യമാണ് ഞാൻ പറയുന്നത്. കാര്യം 7 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വാഹനലാഭം, അതായത് തീർത്ഥയാത്രയ്ക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യത കാണുന്നു. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ കന്യാരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ശനി അനുകൂലമായതിനാൽ ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. തൊഴിൽപരമായിട്ടുള്ള വിജയം അത് സൂര്യൻ പരന്ന ഭാവത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, കർമ്മഭാവത്തിൽ വ്യാഴം
ഹംസയോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട, ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങൾ വരവേൽക്കുക. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ചന്ദ്രനും കൂടി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി, ചൊവ്വ, വ്യാഴം ഇവ 3 നേരത്തെ തന്നെ പ്രതികൂലമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചന്ദ്രനും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. എങ്കിലും അത്യാവശ്യം ധനുവാരമൊക്കെ കാണുന്നു. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം, പൂർണ്ണത കുറവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അഷ്ടമത്തിലാണ് സൂര്യൻ. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഇവയൊക്കെ ഇങ്ങനെ 3 അത്ര നല്ല ദിവസങ്ങളല്ല. ഇവർക്ക് പാപഗ്രഹങ്ങളല്ലാത്ത ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇവ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും ഭൗതിക സുഖങ്ങളുണ്ടാവാം ഒരു പരിധി വരെ. എങ്കിലും അതിനൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇത് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യം 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഗുണദോഷ സമ്മിശ്രമാണ് മീനം രാശിക്ക്. പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റം, ദാമ്പത്യ സുഖം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് നേട്ടമുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ജന്മശനി ആയതിനാൽ നമ്മൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം, ഓണാശംസകൾ.